പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ. റമദാൻ നമുക്ക് നൽകുന്ന ധാരാളം അനുഭവങ്ങളുണ്ട്, ധാരാളം പാഠങ്ങളുണ്ട്. തീർച്ചയായും ഈ ഒരു പ്യൂരിഫിക്കേഷനെ കുറിച്ച്, ഈ ഒരു മാസം നൽകുന്ന എക്സ്പീരിയൻസിനെ കുറിച്ച് ഒന്ന് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഇനി മുന്നോട്ടുള്ള 11 മാസം വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ആത്മീയമായും ശാരീരികമായും മാനസികമായും നമുക്ക് പുരോഗതിയിലേക്ക് എത്താനുള്ള വലിയൊരു അവസരമാണ് ഈ മാസം നമ്മുടെ മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇന്നലെ വരെ ചെയ്യാൻ പറ്റാത്ത, ഇന്നലെ വരെ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും, ഭക്ഷണപാനീയങ്ങളെല്ലാം ഇന്ന് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു യാത്രയിൽ, ഈ ഒരു ഫാസ്റ്റിംഗ് എക്സ്പീരിയൻസ്, റമദാൻ വ്രതം നമ്മൾ അനുഷ്ഠിക്കുകയാണ്. അതിലൂടെ നമുക്ക് കിട്ടുന്ന, ശരീരത്തിന് കിട്ടുന്ന ധാരാളം ഗുണങ്ങളുണ്ട്, സയൻറ്റിഫിക്കായിട്ട് ധാരാളം റിസൾട്ട് ഉണ്ട്. തീർച്ചയായും മുന്നോട്ടുള്ള 11 മാസത്തെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ശരീരത്തിനെ സജ്ജമാക്കുകയാണ്. നിങ്ങളൊന്ന് തിരിച്ചറിയണം, നോമ്പ് തുറക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ അനാവശ്യ പാനീയങ്ങൾ കൊടുത്തുകൊണ്ട്, അനാവശ്യ ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് നോമ്പ് തുറയെ കൂടുതൽ കലോറിയിലേക്ക് നമ്മൾ ഫുഡ് എടുക്കുന്ന ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ പോകരുത്. സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ പരീക്ഷിക്കുന്ന കുക്ക് ചെയ്യുന്ന ഒരു അവസരം നമ്മൾ ഈ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഈ ഒരു മാസം നമുക്ക് മുന്നോട്ടുള്ള 11 മാസത്തേക്ക് നമ്മുടെ ശരീരത്തെ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ അതിജീവിച്ചുകൊണ്ട്, ഒബിസിറ്റിയെ അതിജീവിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഭക്ഷണത്തിൽ നല്ല കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ട ഒരു മാസമാണ്. പ്രാർത്ഥനകൾ അധികരിക്കേണ്ട മാസമാണ്. ക്ഷീണമില്ലാതെ വളരെ എനർജറ്റിക്കായിട്ട് നിർവഹിക്കേണ്ട ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തിരിച്ചറിയണം ഈ ഒരു സമയത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച്. ഇന്നലെ വരെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് നമുക്ക് മാറ്റാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു വ്രതവുമായിട്ടുള്ള ഈ ഒരു പ്രോഗ്രാമുമായിട്ടുള്ള വളരെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ടൊരു ചേഞ്ചിന് നമുക്ക് വിധേയമാകാൻ കഴിഞ്ഞത്. തീർച്ചയായും പല കാര്യങ്ങളും ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമുക്കൊരു വൈകാരികമായ ഒരു ബന്ധമുണ്ടെങ്കിൽ പല ശീലങ്ങളെയും നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ നിർബന്ധ ബുദ്ധി നമുക്ക് ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ലൈഫ് ലോങ് നമുക്ക് ഹെൽത്തി ആയിരിക്കാം, ആക്റ്റീവായിരിക്കാം, ഹാപ്പി ആയിരിക്കാൻ സാധിക്കും. സോ ഈ ഒരു അവസരത്തെ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്തുക. നിങ്ങളാകുന്ന വാഹനത്തിനെ പ്രോപ്പർ സർവീസ് ചെയ്തുകൊണ്ട് ഈ ഒരു മാസം നമുക്ക് ഭക്ഷണത്തിന് തന്നെ വളരെ കൃത്യമായ അളവിൽ, അതായത് കൂടുതൽ കലോറിയുള്ള ജങ്ക് ഫുഡുകൾ കഴിച്ച് പരീക്ഷിക്കുന്ന ഒരു അവസരത്തിലേക്ക്, ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ആഫ്റ്റർ എഫക്റ്റ്, അതായത് ഈ മാസം കഴിയുമ്പോൾ ധാരാളം ഭക്ഷണ രീതിയിലേക്ക് വരികയാണെങ്കിൽ, ഇഫ്താറുകളൊക്കെ ഒരുപാട് വിഭവങ്ങളുള്ള ഭക്ഷണ രീതിയിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു മാസം കഴിയുമ്പോൾ, ഈ റമദാൻ മാസം കഴിയുമ്പോൾ നമ്മൾ ആരോഗ്യ പ്രശ്നം നേരിടുന്ന ആളായി മാറും. കൂടുതൽ ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരുന്ന ആളുകളായി മാറും. അതുകൊണ്ട് ജീവിതശൈലിയെ, ഭക്ഷണരീതി, അമിതമായി ഉണ്ടാകുന്ന ഭാരത്തെ, ഇതൊക്കെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, നല്ല ഭക്ഷണത്തിലൂടെ നല്ല ജീവിതശൈലി കെട്ടിപ്പടുക്കണമെന്ന്, നല്ല പോഷകാഹാരത്തിലൂടെ നല്ല രീതിയിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നല്ല ഭക്ഷണ രീതിയിലൂടെ, നല്ല ജീവിത രീതിയിലൂടെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ 11 മാസം സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടു കൂടി കഴിയാൻ ഈ ഒരു അവസരത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.